Hello guys, it's me Sidso. You are watching S24 Anime. So guys, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഗൈസ്, രണ്ട് വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ നന്നായി കൊണ്ടിരിക്കുകയാണ്. അതായത് മലയാളം ആനിമേസ് കിട്ടുന്ന വെബ്സൈറ്റ്സ് അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിനകത്ത് നറൂട്ടോ പകുതി എപ്പിസോഡ് തൊട്ട് അങ്ങോട്ടേക്കില്ല. അതിൻ്റെ പേരിൽ നിരന്തരം തെറിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ അവസ്ഥയാണ് നോക്കിയത്. മലയാളം ഡബ്ബ് നറൂട്ടോ കിട്ടാത്തത് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഗൈസ്. അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ആ ടെലിഗ്രാം ഗ്രൂപ്പ് വേറെ ആരുടേതാണ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. അപ്പോൾ അവർ അതിനകത്ത് പോസ്റ്റ് ചെയ്യാതെ എനിക്ക് സാധനം കിട്ടത്തില്ല. നിങ്ങൾക്ക് ഈ സാധനം കിട്ടത്തില്ല. അല്ല, എൻ്റെ അടുത്ത് വന്നിട്ട് നറൂട്ടോ വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ ഒന്നാമത് വീഡിയോയിൽ ആദ്യം പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നത് അതൊന്നല്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നിരന്തരം ആൾക്കാർ വന്ന് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, ബ്രോ നറൂട്ടോ ഉണ്ടോ. എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. ഞാൻ പറയേണ്ടത് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്. അതായത് നമ്മളൊരു ആനിം സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആനിം ഫ്രെയിംസ് അതുപോലെ തന്നെ ആനിം ടീഷർട്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ആവാം. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലോ റേറ്റിനാണ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആനിം മലയാളം ഡബ്ബ് കാണുന്നതാണോ നല്ലത്, അല്ല മലയാളം ആനിം എക്സ്പ്ലനേഷൻ കേൾക്കുന്നതാണോ നല്ലത്? സോ ഗൈസ്, അപ്പോൾ എന്താ പറയുക, ഞാൻ പറയാമല്ലോ ഗൈസ്, ആനിമെ എന്ന് പറയുന്നത് ഒരു സീരീസ് പോലെ കാർട്ടൂൺ ബേസ്ഡ് സീരീസാണ് ഈ ആനിമ എന്ന് പറയുന്നത്. അത് എന്താ പറയുക, എക്സ്പ്ലനേഷൻ കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനോട് വലിയ യോജിക്കുന്ന ഒരാളല്ല ഗൈസ്. അതായത് ആനിം എക്സ്പ്ലനേഷൻ ആണോ ആനിം മലയാളം ഡബ്ബ് കാണുന്നതാണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയണത് ആനിം മലയാളം ഡബ്ബ് കാണുന്നത് തന്നെയാണ് നല്ലത്. കാരണം ആനിം എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കഥ നമ്മൾ കേട്ടു പോകുന്നു. എന്താ പറയുക, ഒരു പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കണ പോലെയാണ് ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ആനിമ എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ളതാണ്. കാരണം ഇതിനകത്തുള്ള ഗ്രാഫിക്സ്, വിഷ്വൽ ക്വാളിറ്റി, അതുപോലെ തന്നെ ഗ്രാഫിക്സ്, എന്താ പറയുക, VFX, ഇതൊക്കെ ഇവർ ചെയ്ത് വെച്ചേക്കുന്നത് വേറെ ലെവലായിട്ടാണ് ഓരോ ആനിമിനകത്തും ചെയ്ത് വെച്ചേക്കണത്. ഇതൊക്കെ മലയാളം എക്സ്പ്ലനേഷൻ കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇതല്ല ഗൈസ്. പിന്നെ നമ്മൾ മലയാളം ഡബ്ബിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിലിട്ട് ആനിം ജപ്പാനീസ് കാണാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. നിങ്ങളെപ്പോഴും കാണാൻ ബെറ്ററും അതുതന്നെയായിരിക്കും. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിലാകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഇംഗ്ലീഷും പഠിക്കും, നിങ്ങൾക്ക് ജപ്പാനീസും പഠിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ആനിം മലയാളം ഡബ്ബ് കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആനിം മലയാളം ഡബ്ബ് ഇപ്പോൾ ബെറ്റർ ബൈ ബെറ്റർ ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരികയാണ്. അതുപോലെ തന്നെ ആനിം കാണുന്ന മലയാളീസ് കൂടി വരികയാണ്. ആനിം മലയാളം കമ്മ്യൂണിറ്റി വളരുകയാണ് ഗൈസ്. അതെനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഓരോ ദിവസം കഴിയുന്നവരും എൻ്റെ ഓരോ വീഡിയോസിനും വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡിസ്കോഡിനകത്തായിക്കോട്ടെ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്തായിക്കോട്ടെ. ഇപ്പോൾ എന്തിന് ലേറ്റസ്റ്റ്ലി ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തേ പിന്നെ ഞാൻ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ പഴയ വീഡിയോക്കകത്താണ് ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 20 മെമ്പേഴ്സ് ഇപ്പോൾ ഓൾറെഡി ആ ഒരു ഗ്രൂപ്പിനകത്തായിട്ടുണ്ട്. അപ്പോൾ ദിവസം കഴിയുന്തോറും ആനിം കാണുന്ന മലയാളീസ് അല്ലെങ്കിൽ ആനിമെ മലയാളം കമ്മ്യൂണിറ്റി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മലയാളം ഡബ് ആനിം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം പറയുന്ന കാര്യം അത് തന്നെയാണ്, മലയാളം ആനിം ഡബ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ. പക്ഷേ ഒരു കാരണവശാലും ആനിം മലയാളം എക്സ്പ്ലനേഷൻ നിങ്ങൾ കേൾക്കരുത്. കാരണം നിങ്ങൾക്ക് കേൾക്കരുത് എന്നല്ല, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം. കാരണം ഒരു ആനിമ എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ള സാധനം, എന്താ എക്സ്പ്ലനേഷൻ കേട്ടിരിക്കേണ്ട സാധനമല്ല അത്. അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. പിന്നത്തെ കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്തും ആനിം മലയാളം കാണാൻ പറ്റുന്ന വെബ്സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആനിമോ ഫാൻസിൻ്റെ കാര്യത്തിൽ ഗൈസ്, അന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആനിമോ ഫാൻസിൽ മലയാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കുറേ പേര് ഇരുന്നത് ബ്രോ ആനിമോ ഫാൻസിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ ഗൈസ് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട്
ഞാൻ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ്, അതായത് ഞാൻ എന്ത് കണ്ടന്റ് ഇടണം, സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആനിയം സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ടീഷർട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആനിയം ഫ്രെയിംസ് ആയിക്കോട്ടെ, ലോ റേറ്റിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആനിയം സൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റ് കിട്ടും. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു നമ്മളെന്താ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം എന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കിയ ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ അടുത്തുള്ള കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ ഗൈസ്. എല്ലാവരും ഗുഡ് ബൈ. വാട്സപ്പ് ചാനൽ, വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ആനിയം കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഒന്ന് ജസ്റ്റ് ആനിയം ലിങ്ക് വയ്ക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിയം സജസ്റ്റ് ചെയ്യാം, ആനിയംസ് റിവ്യൂ നിങ്ങൾക്ക് അവിടെ പറയാം. സോ ഗൈസ്, അപ്പോൾ അടുത്തുള്ള കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ ഗൈസ്. എല്ലാവരും ഗുഡ് ബൈ. സോ ഗൈസ്, അപ്പോൾ ടാറ്റ.